ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ജിൻഡോ ഫയറിലാണ്. ജിൻഡോൻ്റെ അടുത്ത് പട്ടിഷ് ഇറക്കാൻ പോയ നമ്മുടെ റസ്മിനെ തേച്ചൊട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ട് ജിൻഡോ. നമ്മൾ എപ്പോഴും കാണുന്ന ജിൻഡോനെ അല്ല കേട്ടോ ഇന്ന് ലൈവ് കണ്ടത്. കത്തി കയറുന്നുണ്ടായിരുന്നു ജിൻഡോ. റസ്മിൻ പറഞ്ഞു നോക്കി പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ നൈസായിട്ട് അവിടെ നിങ്ങളുടെ ഒഴിവായിപ്പോയി. കള്ളത്തരങ്ങളുടെ രാജാവേ എന്നും വേറെന്തോ മ്യൂട്ട് ചെയ്തൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു. മന്ദബുദ്ധി എന്നാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. അത് പറയാൻ പാടാത്തതുകൊണ്ട് അവിടെ മ്യൂട്ട് ചെയ്താണ്. എന്തായാലും കട്ടയ്ക്ക് നിന്നിട്ടുണ്ടായിരുന്നു ജിൻഡോ. കട്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ കട്ടയ്ക്ക് സാധാരണ സംസാരിക്കാൻ തപ്പുന്നതാണ് ജിൻഡോ. അതാണ് എല്ലാവരും അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്ത് ജിൻഡോൻ്റെ തലമയ്ക്ക് കയറുന്ന കാര്യം. പക്ഷേ ഇന്ന് അങ്ങനെ ആയിരുന്നില്ല. ഇന്ന് ജിൻഡോ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ പ്രൊമോ കണ്ടവർക്ക് മനസ്സിലാവും നാളെ ജാസ്മിനെ ചൊറിഞ്ഞ് പണ്ടാറടക്കുന്നുണ്ട്. ജാസ്മിൻ്റെ പുറകെ നടന്ന് തുരത്തി അടിക്കുന്നുണ്ട് ജിൻഡോ. നിനക്കാവും പോയാലും സന്തോഷമല്ലേ, ഗബ്രി പോയാലും സന്തോഷമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് തോന്നിയമാതിരി ജിൻഡോന് മനസ്സിലായി കാണും. ജാസ്മിൻ കരച്ചിലും ചിരിയും കൂടെ ഒരുമിച്ചായിരുന്നല്ലോ ഇന്നലെ. എന്തായാലും ജിൻഡോ അതെടുത്തിട്ടിട്ട് നല്ലോണം അടി കൊടുക്കുന്നുണ്ട് ജാസ്മിന്. ജിൻഡോ കളി തുടങ്ങി മക്കളെ. 50 ഡേയ്സ് കഴിഞ്ഞ് ആരെല്ലാം കളി മാറ്റി പിടിച്ചോ ഇല്ലേ, ജിൻഡോ കളി മാറ്റി പിടിച്ചിട്ടുണ്ട്. ജിൻഡോ ഭയങ്കര ഫയറിലാണ്. ഇനി ഇത്തിരി പിടിച്ച് നിൽക്കാൻ പാടുപെടും. പിന്നെ ജിൻഡോനെ എല്ലാവരും ഈ പൊട്ടൻ മണ്ടൻ എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, സ്ഥിരമായി വിളിക്കുന്നുണ്ടല്ലോ. പുറത്തിറങ്ങിയതേ ഒരാളുടെ കിളി പോയി ഇരിക്കുന്നുണ്ട്. ഇതായിരുന്നോ പൊട്ടൻ, ഇതായിരുന്നോ മണ്ടൻ എന്നൊക്കെ. ഗബ്രി ജിൻഡോനെ ടോപ്പ് 5 വരുന്നൊക്കെ പറയുന്ന വെക്കാൻ എന്തൊരു രസം. കാരണം ഉള്ളുന്ന് അങ്ങനെ ആയിരുന്നില്ലല്ലോ. പൊട്ടൻ മണ്ടൻ മന്ദബുദ്ധി ഇനി ഒന്നും പറയാൻ ബാക്കിയുണ്ടായിരുന്നില്ല. ഈ റസ്മിനൊന്ന് പുറത്തിറങ്ങി കിട്ടാൻ വല്ല മാർഗമുണ്ട്. വെറുപ്പിക്കലെന്ന് പറഞ്ഞാൽ ഇജാതി വെറുപ്പിക്കൽ. എൻ്റെ അമ്മോ വയ്യ, കണ്ടു നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ. ഒന്നുമില്ലെങ്കിൽ പവർ റൂമിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കും, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആവും. ബിഗ് ബോസ് നല്ലോണം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിനെടുത്ത് പുറത്തിടാൻ ഒരു മാർഗ്ഗം ഇല്ലല്ലോ എന്ന് ആലോചിക്കുകയാണ്. റസ്മിനൊന്ന് നോമിനേഷനിൽ വന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ ഇപ്പം തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല. സഹിച്ചേ പറ്റൂ.